എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ കബാബും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ചില്ലി ചിക്കൻ എന്നൊരു കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ച് നോക്കിട്ടോ, ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കബാബും. എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ബസ്മതി റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോവാതെ വേവിച്ച് അപ്പം തന്നെ കുറച്ച് നോർമൽ വാട്ടർ അതിൻ്റെ മേലെ ഒഴിച്ച് വെച്ചാൽ ഒട്ടാതിരിക്കും, അതുപോലെ തന്നെ കൂടുതൽ വേവാതിരിക്കും. 2 മുട്ടയാണ് നമ്മൾ 1 കപ്പ് റൈസിലേക്ക് വേണ്ടിയിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറൊരു പാൻ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ അരിഞ്ഞതും കൂടി ചേർത്തിളക്കി ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ക്യാബേജും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കുരുമുളകും ചേർക്കണം. 2 ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചില്ലി ഗാർലിക് സോസ് നമുക്ക് ഡയറക്റ്റായിട്ട് വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. സോയാ സോസ് ഞാൻ റൈസ് ചേർത്തതിന് ശേഷമാണ് അതുപോലെ തന്നെ മുട്ടയും ചേർത്തതിന് ശേഷമാണ് ഒഴിക്കുന്നത്. എല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ്